മുൻ MLA KM ഷാജിക്ക് സുപ്രീം കോടതിയിൽ വിജയം ലഭിച്ചിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശത്രുക്കളിൽ ഏറ്റവും പ്രധാനിയാണ് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ആ KM ഷാജിക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് അയോഗ്യത ഇല്ലെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം തീർക്കാൻ പറ്റുന്ന എതിരാളികളെ അങ്ങ് തീർത്തിട്ട് തന്നെയാണ് പിണറായി വിജയൻ്റെ ശീലം. എന്നാൽ KM ഷാജിയെപ്പോലെയുള്ള ഒരു തീപ്പൊരി നേതാവിനെ അങ്ങനെ തീർക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ആ പക മനസ്സിൽ കിടന്ന് നീറുന്നു മുഖ്യമന്ത്രിക്ക്. നിയമക്കുരുക്കുകളിൽപ്പെടുത്തി ഇല്ലായ്മ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതും ഏശുന്നില്ല. ഷാജിയാണെങ്കിൽ ഇന്നും മുഖ്യമന്ത്രിയെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കോടതി വിധിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അതായത് 2016 അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിലാണ് ഷാജിക്ക് ഹൈക്കോടതി അന്നൊരു വിധി പ്രസ്താവിച്ചത്. അയോഗ്യത എന്ന് പറയുന്നത് അധികാരപരിധിയും മറികടന്നുകൊണ്ടുള്ള ഒരു ഉത്തരവായിപ്പോയി എന്നാണ് ഹൈക്കോടതിയെക്കുറിച്ച് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി ചെയ്തത് ശരിയല്ലെങ്കിലും KM ഷാജിയുടെ നിയമസഭാ കാലാവധി കഴിഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തിയെന്ന ഹൈക്കോടതി വിധിയിൽ തൽക്കാലം ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതസ്പർദ്ധ വളർത്തുന്ന ലഘുലേഖകൾ മണ്ഡലത്തിൽ വിതരണം ചെയ്തുവെന്നും ഷാജി അങ്ങനെയൊരു രീതിയിലാണ് പ്രചരണം നയിച്ചത് എന്നായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായിരുന്ന നികേഷ് കുമാർ നൽകിയ കേസിലെ ആരോപണം. സ്വന്തം ജന്മസ്ഥലമായ അഴീക്കോട് മണ്ഡലത്തിൽ വയനാട്ടുകാരനായ KM ഷാജിയോട് തോറ്റ് തുന്നം പാടിയപ്പോൾ MVRൻ്റെ മകനായ നികേഷ് കുമാറിന് ഒരു സമനില തെറ്റിയതുപോലെ ആയിപ്പോയതാണ്. അതാണ് കേസും കൂട്ടവുമായി നടക്കാനും ഈ മതസ്പർദ്ധയുടെ കാര്യമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാനും നികേഷ് കുമാറിനെ പ്രേരിപ്പിച്ചത്. എങ്കിലും തുടർന്ന് കേസ് പരിഗണിച്ച ഹൈക്കോടതി KM ഷാജിയെ 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കി. എന്നാൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ 8A വകുപ്പ് പ്രകാരം അയോഗ്യത സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രപതിയാണെന്ന് ഷാജിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹാരിസ് ബീരാൻ വാദിച്ചു. തുടർന്ന് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ അധികാര പരിധി മറികടന്നുവെന്നാണ് സുപ്രീം കോടതി ജസ്റ്റിസുമാരായ BV നാഗരത്നയും ഉജ്ജ്വൽ ഭുയാനും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയത്. അതോടെ കേസ് കൊടുത്ത നികേഷ് കുമാറിൻ്റെ കാറ്റുപോയി. തെരഞ്ഞെടുപ്പ് ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ വിഷയം രാഷ്ട്രപതിക്ക് വിടേണ്ടതായിരുന്നുവെന്നും സുപ്രീം കോടതി പറഞ്ഞുകൊടുത്തു. 2016 നിയമസഭയുടെ കാലാവധി 21 അവസാനിച്ചു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഹർജിക്ക് ആ പ്രസക്തി തന്നെ നഷ്ടമായി. അതിനാൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച ഹൈക്കോടതിയുടെ കണ്ടെത്തലിന് ഇനി പ്രസക്തിയില്ല എന്നും സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതായത് ഈ രാജ്യത്ത് ഒരു പൗരനും അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വളരെയധികം നിർബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതി ഷാജിയോട് വളരെ സ്നേഹപൂർവ്വമാണെന്ന് സംസാരിച്ചത്. ഷാജി ഇനി മത്സരിക്കുമോ എന്നാണ് ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KM ഷാജി മത്സരിക്കുമോ എന്ന വാദം കേൾക്കുന്നതിനിടയിൽ തന്നെ ജസ്റ്റിസ് ആരായുകയായിരുന്നു. ചോദ്യം മുസ്ലിം ലീഗ് നേതാവും രാജ്യസഭാ അംഗവും ഷാജിയുടെ അഭിഭാഷകനുമായ ഹാരിസ് ബീരാനോടായിരുന്നു കോടതി ചോദിച്ചത്. ഈ ചോദ്യത്തിന് നേരിട്ടുത്തരം നൽകാതെ തെരഞ്ഞെടുപ്പ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നായിരുന്നു അഭിഭാഷകൻ കൂടിയായ ഹാരിസ് ബീരാൻ്റെ മറുപടി. തുടർന്ന് ഷാജിക്ക് എത്ര വയസ്സായി എന്നും ജസ്റ്റിസ് ആരാഞ്ഞു. 54 വയസ്സായി എന്ന് അഭിഭാഷകൻ്റെ മറുപടി വന്നു. എങ്കിൽ ഇനിയും മത്സരിക്കാമല്ലോ എന്ന് ജസ്റ്റിസ് നാഗരത്ന അഭിപ്രായപ്പെട്ടത് ഷാജിയെ സമാധാനിപ്പിക്കുന്നതിന് തുല്യമായി മാറി. അങ്ങനെ KM ഷാജി എന്ന രാഷ്ട്രീയ നേതാവിനെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി എന്ന് തന്നെ പറയാം. അപ്പോഴും രാഷ്ട്രീയത്തിൽ ഗതി കിട്ടാതെ തന്നെ അലയുകയാണ് പരാതിക്കാരനായ MV നികേഷ് കുമാർ.